ജാമ്യത്തിന് ശ്രമിച്ച് ജാമ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയത്തിനകം ഹാജരാക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്താവും? ഡാനി, കേൾക്കാമോ? തന്നെ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞോളൂ. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരുമായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് വാഹനം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വൈദ്യപരിശോധനയടക്കം രാവിലെ എല്ലാം തന്നെ പൂർത്തീകരിച്ചതിനാൽ വീണ്ടും ആശുപത്രിയിലേക്ക്, സാധാരണഗതിയിൽ ആശുപത്രിയിൽ പോയി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുക. ഏതായാലും അതിൻ്റെ ആവശ്യമില്ല, നേരെ കോടതിയിലേക്ക് വരുന്നു. മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് ഹാജരാക്കുന്നത്. പ്രധാനമായും തന്നെയും പ്രോസിക്യൂഷൻ്റെ പ്രധാനമായുള്ള വാദങ്ങൾ ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൽ BNS 75 അനുച്ഛേദം 1 പ്രകാരം തന്നെ വലിയ രീതിയിലുള്ള കുറ്റകൃത്യം തന്നെ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് വിവക്ഷിക്കുന്നത്. പ്രധാനമായും തന്നെയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കടന്നു പിടിക്കുക എന്നത് അടക്കമുള്ള വകുപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാവുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉറച്ചു തന്നെയും ഈ വാദഗതികൾ തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നതോടൊപ്പം തന്നെയും നേരത്തെയും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ, ഇദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ളൊരു കമൻറ്റുകൾ അത് തനിക്കെതിരെ മാത്രമല്ല എന്ന് നേരത്തെയും ഹണിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയും പോലീസ് അന്വേഷണ സംഘം വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, അതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള പ്രയോഗങ്ങൾ, പലതും തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളായ കാര്യങ്ങൾ, പല സ്ഥലത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് തന്നെയും പോലീസ് ആ രീതിയിൽ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹണിറോസ് കഴിഞ്ഞ ദിവസം നൽകിയ രഹസ്യമൊഴിയുടെ സാങ്കത്യങ്ങൾ തന്നെയാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ അതിൻ്റെ ഒരു രഹസ്യമൊഴിയുടെ പകർപ്പ് അടക്കം ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും പിന്നീട്, അത് ഇന്നുണ്ടാവില്ല, പിന്നീടായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അത്തരം ഒരു നടപടികൾ കൂടി അത് പൂർത്തിയാകുമ്പോഴാണ് ഈ കേസ് അത് കൃത്യമായ രീതിയിലേക്ക് തന്നെ കടന്നു പോകുന്നത്. ഏതെല്ലാം വകുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെടുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തതയുമില്ല. കാരണം അത് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അത് പോലീസ് അതിൻ്റെ ഒരു പകർപ്പ് ലഭിച്ചതിന് ശേഷം പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോകുക. എന്തായാലും ഇന്ന് റിമാൻഡിൽ പോകാൻ തന്നെ അതിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. എന്നാൽ അതിനെ ചെറുക്കുക, ജയിലിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികൾ, ആ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷക സംഘം ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് റിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ എറണാകുളം ജില്ലാ ജയിലിലേക്കോ അല്ലെങ്കിൽ സബ് ജയിലിലേക്കോ അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഏത് രീതിയിലാണ് അതിൽ ഒരു തടയിടാൻ ശ്രമിക്കുക? ഇന്ന് തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കുക, ഒരുപക്ഷെ കീഴ്ക്കോടതിക്കൊപ്പം തന്നെയും ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയും എല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങളെല്ലാം തന്നെ പ്രതിഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായേക്കാം. കാരണം അതെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രബലനായ ഒരാളാണ്, വ്യവസായിയായ ഒരാളാണ്, വലിയ സ്വാധീനങ്ങളുള്ള ഒരാളാണ്. അതെല്ലാം തന്നെയും ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന് തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ ഈ രീതിയിലുള്ള നീക്കങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. നിയമസഹായത്തോടുകൂടി തന്നെ, കാരണം ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങൾക്ക് വേഗതയേറുക എന്ന്, വളരെ പെട്ടെന്ന് ജാമ്യ ഹർജി ഒരു പരിഗണനയിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമാകുക പ്രോസിക്യൂഷൻ ഇന്ന് വാദിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗുരുതരമായ വകുപ്പുകൾ തന്നെയുണ്ട്. സാധാരണഗതിയിൽ അതൊരു ജാമ്യം നൽകുന്ന വകുപ്പുകളെ അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി അതിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിക്കും. അന്വേഷണ സംഘം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളിൽ നിന്ന് ചോദ്യം ചെയ്യുന്നതിന് ലഭിച്ച വിവരങ്ങൾ, ഒപ്പം തന്നെ നടി കൈമാറിയ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി കടന്നു വരികയും ചെയ്യും. ഇത് ഇയാൾ പല നാളുകളായി തുടരുകയാണെന്നാണ് നടി ഹണിറോസ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് സഹിക്കവയ്യാതെയാണ് താൻ ഇതിനിറങ്ങി പുറപ്പെട്ടതെന്ന് അവർ പറയുന്നു. അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന്, സിനിമാ ലോകത്തു നിന്ന് തന്നെ അവർക്ക് വലിയ പിന്തുണ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആർജവത്തോടെ ഒരാൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നുണ്ട്. ആരും തന്നെ ഈ
പരാതിയുമായി ഇത്തരം കാര്യങ്ങളിൽ ഈ തനിക്കുണ്ടായ അനുഭവങ്ങളിൽ മറ്റുള്ളവർക്കും ഉണ്ടാകും. അപ്പോൾ പരാതിയുമായി കടന്നു വരുന്നവർക്ക് താൻ അത് അവർക്ക് മുൻപേ നടക്കുന്നു എന്ന രീതിയിലാണ് അവർ അത് പറഞ്ഞു വെക്കുകയും ചെയ്യും. അതാണ് സാഹചര്യം. ഏതായാലും അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ അവിടെ കോടതിയിൽ എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. താൻ നിരപരാധിയാണ്, പല കാര്യങ്ങളും പെരുപ്പിച്ച് കാട്ടുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് വീണ്ടും ബോബി ചെമ്മണ്ണൂർ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ കോടതിയിൽ അല്പസമയത്തിനകം എത്തിക്കും. അവിടെ അതിനുശേഷമാകും നിയമ നടപടികൾ ആരംഭിക്കുക. റിമാൻഡിലേക്ക് ആൾ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ ഉള്ളത്. എങ്കിലും ജാമ്യത്തിലുള്ള എല്ലാവിധ ശ്രമങ്ങളും ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകർ മുഖേന നടത്തുന്നുണ്ട്. താനും വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഡാനി,